വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. ജനകീയ ബജറ്റ് അവതരിപ്പിച്ച് വടക്കാഞ്ചേരി നഗരസഭ. സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ജനകീയ ബജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അവതരിപ്പിച്ചു. ഏറെ സന്തോഷത്തോടെയും അതിലുമുപരി അഭിമാനത്തോടെയും ഞാൻ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഒരു പ്രാദേശിക ഭരണകൂടം എങ്ങനെ ആയിരിക്കണമെന്ന ഉത്തമ ഉദാഹരണമാണ് ഈ നഗരസഭ എന്ന് ഏറെ അന്തസ്സോടെ വിളിച്ചു പറയാനുള്ള ആത്മധൈര്യവും ആത്മാഭിമാനവും എനിക്ക് ഈ അവസരത്തിലുണ്ട്. മുണ്ടത്തിക്കോട്, വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് 2015 രൂപീകരിക്കപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭ അതിൻ്റെ 10ാം വയസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ വികസന സൂചികകളുടെ കാര്യത്തിൽ, നൽകിയ സാമൂഹിക നീതിയുടെ കാര്യത്തിൽ, അതേസമയം പാശ്ചാത്യ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇന്ന് സമയബന്ധിതമായി ഒരു അളവുകോൽ പ്രകാരം നിർണയിച്ചാൽ ഒരു സംശയവും വേണ്ട, ജനങ്ങൾക്കായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രാദേശിക ഭരണത്തിൻ്റെ നിർവഹണത്തിൻ്റെ വിതരണത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ നിലപാട് തറയിൽ നിന്ന് എനിക്ക് പ്രഖ്യാപിക്കാം, ഈ കേരളത്തോട് വടക്കാഞ്ചേരിയെ കണ്ടുപഠിക്കൂ എന്ന്. ഇന്ന് ഈ കൗൺസിലിൻ്റെ 5ാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ. വികസനത്തിന്റെ നേർപ്പാതയിൽ സധൈര്യം വടക്കാഞ്ചേരി ജനതയെ നയിച്ച ഈ കൗൺസിലിന്റെ 5ാമത്തെ ബഡ്ജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ കേരള സർക്കാർ, 2ാം പിണറായി സർക്കാർ അതിൻ്റെ വികസന പാതകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. 2016 അധികാരത്തിൽ വന്ന കാലം മുതൽ നടപ്പിലാക്കിയ വികസന പരിപാടികൾ, ഏറെ ശ്രദ്ധേയമായ നിരവധി പദ്ധതികൾ നാം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് നീതി ആയോഗിൻ്റെയും ദേശീയ അന്തർദേശീയ സർവേകളുടെയും അടിസ്ഥാനത്തിൽ നിരവധി മേഖലകളിൽ നമ്മുടെ ഈ കേരളം 1ാം സ്ഥാനത്താണ്. രാഷ്ട്രീയമെന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ പറയാതെ വയ്യ, ഈ സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം തരാതെ, വായ്പാ പരിധി വേണ്ട വിധത്തിൽ അനുവദിക്കാതെ, സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിച്ച് നമ്മുടെ വികസനത്തിന് തിരിച്ചടി നൽകാൻ മാത്രം നിൽക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിനെതിരെ പൊരുതാൻ ഈ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകുമ്പോൾ ഒപ്പം ചേരാൻ തന്നെയാണ് ഈ നഗരസഭാ കൗൺസിലും തയ്യാറാകുന്നത്. നമ്മുടെ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം ഫണ്ടിനെ ആശ്രയിക്കാതെ മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നു. മുനിസിപ്പൽ ബോണ്ടുകൾ വഴി ലഭിക്കുന്ന വരുമാനത്തിലൂടെ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പാക്കുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. വടക്കാഞ്ചേരി അറ്റ് 30 എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ പദ്ധതികൾക്കും മുൻതൂക്കം നൽകും. 2024-25 വർഷത്തെ 75.15 കോടി രൂപ വരവും 71.62 കോടി രൂപ ചെലവും 3.52 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള പരിഷ്കരിച്ച ബജറ്റും 2025-26 വർഷത്തെ 132.33 കോടി രൂപ വരവും 128.13 കോടി രൂപ ചെലവും 4.19 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മതിപ്പ് ബജറ്റാണ് നഗരസഭ അവതരിപ്പിച്ചത്. അതിദാരിദ്ര്യ അവസ്ഥയിലേക്ക് എത്തിപ്പെടാവുന്ന ജീവിത സാഹചര്യങ്ങളിലുള്ള 325 കുടുംബങ്ങളുടെ അതിജീവനം ലക്ഷ്യമാക്കി 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നഗരസഭയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾക്ക് ഊർജം പകരുന്ന കുടുംബശ്രീയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്
നഗരസഭയിലെ തൊഴിൽ രഹിതരായ മുഴുവൻ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കാൻ 20 ലക്ഷം രൂപയും വിജ്ഞാന കേരളത്തിന്റെയും ജോബ് സ്റ്റേഷനെയും പൂർത്തീകരണത്തിന് 50 ലക്ഷം രൂപയും വകയിരുത്തി. പ്രവാസികൾക്ക് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വ്യവസായ സബ്സിഡി ഇനത്തിൽ 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിനായി 5 ലക്ഷം രൂപയും വായനശാലകളുടെ ആധുനീകരണത്തിന് 5 ലക്ഷം രൂപയും സാംസ്കാരിക വിദ്യാഭ്യാസ കായിക മേഖലകളിലെ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് 10 ലക്ഷം രൂപയും ബജറ്റിൽ അനുവദിച്ചു. നീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് 10 ലക്ഷം രൂപ, RRR അധിഷ്ഠിതമായ ജീവിത രീതി വികസിപ്പിക്കാൻ 10 ലക്ഷം രൂപ, 100 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് യാഥാർത്ഥ്യമാക്കുന്നതിന് 3 കോടി രൂപ, നഗരത്തിൽ ആവശ്യമായ AI ക്യാമറ സ്ഥാപിക്കാൻ 2 ലക്ഷം രൂപ, പുഴപാലത്തിന് സമീപം നഗരസഭയുടെ പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് 5 ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ തൊഴിൽ രഹിതരായ മുഴുവൻ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കാൻ 20 ലക്ഷം രൂപയും വിജ്ഞാന കേരളത്തിന്റെയും ജോബ് സ്റ്റേഷനെയും പൂർത്തീകരണത്തിന് 50 ലക്ഷം രൂപയും വകയിരുത്തി. പ്രവാസികൾക്ക് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വ്യവസായ സബ്സിഡി ഇനത്തിൽ 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കൗൺസിലർ സേവിയർ മുണ്ടുപാല നഗരസഭയ്ക്ക് കൈമാറിയ 30 സെന്റ് സ്ഥലത്ത് നഗരസഭയിലെ ഭൂമിയല്ലാത്ത വീടില്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാൻ 3 കോടി രൂപയും അമ്മിണി ടീച്ചർ നൽകിയ 90 സെന്റ് ഫ്ളാറ്റ് നിർമ്മിക്കാൻ 6 കോടി രൂപയും ആര്യമ്പാടത്ത് ഭൂമി നൽകാൻ തയ്യാറായ വ്യക്തി ആധാരം കൈമാറുന്ന മുറയ്ക്ക് അവിടെ ഭവനരഹിതർക്ക് വീട് വെക്കാൻ 2 കോടി രൂപയും വകയിരുത്തി. പ്രളയ സാധ്യത കണക്കിലാക്കി നിലവിലെ മണ്ണിടിച്ചിൽ സ്ഥലങ്ങളിൽ മുന്നൊരുക്കം നടത്തുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും 5 ലക്ഷം രൂപയും അനുവദിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകാതിരിക്കാൻ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി 20 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ മുഴുവൻ നിർവഹണ ഏജൻസികളെയും ഉൾപ്പെടുത്തിയ ഒരു നിർവഹണ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ച് വരുംകാല പരിപാടികൾ നിർവഹിക്കാൻ നഗരസഭ ഈ ബജറ്റിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, AM ജമീല ബി, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.